ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഷബാന. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മീഷോന്ന് വാങ്ങിയ കുറച്ച് കുറച്ചല്ല 3 അബായ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ കുറെ തപ്പി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, തിരക്കേടില്ലാന്ന് തോന്നിയ 3 ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാന്ന് കാണിച്ചു തരാം. പിന്നെ എന്നോട് 1-2 ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോയിൽ കമന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബായന്റെ വീഡിയോസ് ചെയ്യുമോന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ തപ്പി തപ്പി എനിക്ക് കിട്ടിയ 3 കേട്ടത്. പിന്നെ ഇനി ഇതിലാറെ കളക്ഷൻസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് അതിന്റെ ഫോട്ടോസോ അതിന്റെ ലിങ്കോ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റയിൽ സെൻഡ് ചെയ്യാൻ മാക്സിമം ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അബായകൾ ഏതൊക്കെയാന്ന് കാണാം. ഫസ്റ്റത്തെ അബായ ഒരു ചിക്കു കളറിലൊക്കെ വരുന്ന ഒരു അബായാണ്. അത് ഉള്ളിൽ വൈറ്റ് ഇന്നർ ആയിട്ട് വരുന്ന ഒരു അബായാണ്. ഇത് ഞാന് എന്താ പറയാ ഇന്നർ സെപ്പറേറ്റ് ആവുമെന്ന് കരുതിയിട്ടാണ് വാങ്ങിയത്. പക്ഷെ ഇത് ഇന്നർ സെപ്പറേറ്റ് അല്ല കേട്ടോ. ഞാൻ കാണിച്ചില്ല. ഇന്നറും ഇതിൽ അറ്റാച്ച് ആയിട്ട് വരുന്നൊരു നല്ല ഭംഗിയുണ്ട് കാണാനും. ക്ലോത്ത് ഭയങ്കര വലിയ നല്ല അടിപൊളി. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ക്ലോത്തിന്റെ അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇതിന് 1070 ഇതിനായിട്ടുള്ളത്. അപ്പൊ ആ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ. നമ്മുടെ അബായകൾ അധികം ഞാൻ കണ്ടിട്ടുള്ളത് നിത ക്ലോത്തോ അങ്ങനെ ആ സംഭവമില്ല, അതാണ് നിത ക്ലോത്ത് അല്ലെങ്കിൽ സൂം, അങ്ങനെ ആ 2 മെറ്റീരിയലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതൊരു ജോർജറ്റിലാണ്. പക്ഷെ എന്നാലും ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെ വരുന്നതാണ് കേട്ടോ അബായ. എല്ലാം ഫ്രീ സൈസ് അബായ. പിന്നെ എല്ലാം ഫ്രീ സൈസ് ആണ്. അപ്പൊ സൈസ് ഒന്നും കാര്യം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ. ഇതാണ് അബായ വരുന്നത്. ഭംഗിയുണ്ട്, ഡ്രസ് ചെയ്തതില് ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ലെയറായി ഇങ്ങനെ ഓവർകോട്ട് പോലെയാണ് വരുന്നത്. ഇത് ഉള്ളിൽ തന്നെ ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് കരുതിയിരുന്നു. പക്ഷെ അത് പറ്റൂല. ഇതിൽ അറ്റാച്ച് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഭംഗിയുണ്ട് കാണാൻ, കുഴപ്പമൊന്നുമില്ല. അതാ ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം ലെങ്ത് ഒക്കെ എനിക്ക് നല്ല എനിക്ക് അത്യാവശ്യം ലെങ്ത്തിൽ വരുന്നുണ്ട്. ഷോള് വൈറ്റ് കളറിൽ വരുന്നൊരു ഷോളാണ്. ഷോള് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉള്ളത് എപ്പോൾ കാണുകയാണ്. ഇതിങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ക്യാപ്പ് വെച്ചിട്ട് ക്യാപ്പ് പോലെ ചെയ്യൂലേ, അങ്ങനെ ടർബൻ കെട്ടിയിട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അറിയില്ല. ഞാൻ അതിപ്പോ കാണാം. ഞാനത് തുറന്നു നോക്കിയിട്ട് ഇങ്ങനെ ഷോളൊക്കെ ഉണ്ടല്ലോ എന്ന് ഇത് നോക്കിയിട്ടുള്ളൂ. പിന്നെ ഷോളിന്റെ എൻഡിലും ഇതാണ് കേട്ടോ ഒരു ആ അബായന്റെ ഒരു ആ കളർ വരുന്നുണ്ട് ഇവിടെ. സാധാരണ അബായൊക്കെ കാണുന്ന പോലെ തന്നെ കുഴപ്പമില്ലാത്ത വലിയ വലുപ്പം പറയാനൊന്നുമില്ല ഷാള്. എന്നാലും കുഴപ്പമില്ല, നോർമൽ ആ ഒരു അബായന്റെ ഒക്കെ ഒരു നീളം വീതിയൊക്കെ ഈ ഷോളിനുണ്ട്. ഈ അബായക്ക് ഒരു ടൈ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഭയങ്കര ലൂസാണ്. അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് എനിക്ക് ഈ ടൈ കണ്ടപ്പോൾ നമുക്ക് സ്ട്രഗ് ഓപ്പൺ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ടൈ ഉള്ളിലൂടെ നമുക്ക് കെട്ടിയത് അപ്പൊ ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇതിന് മേലെ കൂടെ ടൈ കെട്ടുമ്പോൾ എനിക്ക് വലിയൊരു സുഖം തോന്നിയിട്ടില്ല. അപ്പൊ ഇതാണ് ടൈ. സെയിം ആ ഒരു ചിക്കു കളറിൽ വരുന്ന ടൈ ആണ്, ക്ലോത്തിന് ടൈ ആണ് കേട്ടോ. ഇതിൽ കാണുന്ന പോലെ ഇതിന്റെ ഓവർകോട്ടിന് 2 സൈഡിലൂടെ ഇങ്ങനെ ഒരു വൈറ്റ് ലൈന് പോകുന്നുണ്ട്. ആ ലൈൻ സ്ലീവിന്റെ ഈ പോർഷനിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ എൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭംഗിയുണ്ട് ഇത് കാണാൻ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ചെറിയ മിനിമൽ ബഡ്ജറ്റിലേക്ക് അബായ തപ്പണവർക്ക് ഇതെന്തായാലും പോയി നോക്കാവുന്നുള്ളൂ. രസമുണ്ട് കാണാൻ. ആദ്യം കാണിച്ച അബായന്റെ റേറ്റ് 746 കേട്ടോ. എനിക്ക് മാറിപ്പോയതാണ് ആ റേറ്റ്. അത് വേറെ അബായന്റെ റേറ്റ് ആണ്. ആദ്യത്തെ അബായന്റെ റേറ്റ് 746 1070 അല്ല കേട്ടോ. പിന്നെ ഇനി നമ്മുടെ രണ്ടാമത്തെ അബായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള അബായാണ്. അബായകള് എത്ര രസമുള്ള കളറിൽ വന്നാലും എനിക്ക് ഇഷ്ടം ബ്ലാക്ക് ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്ലോത്തിലും എങ്ങനത്തെ കളറിലും ഒക്കെ അബായകൾ വന്നാലും ബ്ലാക്കിന്റെ അത്ര എന്തായാലും അബായകൾ പോകില്ല. ആ ബ്ലാക്കിന്റെ പ്രത്യേക ഭംഗി തന്നെയാണ് അബായകൾ കാണാൻ കേട്ടോ. അപ്പൊ എനിക്കിഷ്ടമാണ് ബ്ലാക്ക് അബായ. അതാ ഇതാണത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു അബായാണ്. ഇത് ക്ലോത്ത് വലിയ മെച്ചൊന്നുമില്ല, പക്ഷെ കാണാൻ ഭംഗിയുണ്ട്. നമുക്ക് ഇട്ട് കഴിഞ്ഞാല് അങ്ങനെ ആ ഒരു ക്ലോത്തിന് വലിയ പ്രശ്നമുള്ള ക്ലോത്താണെന്ന് തോന്നൂല കേട്ടോ. കാരണം ഒരാളുടെ ക്ലോത്താണ് ഇത്. അതിൽ ജോർജറ്റ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ജോർജറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഇതിന്റെ സ്ലീവിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള വർക്ക് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് അബായ പറഞ്ഞ സംഭവം കണ്ടതിലൊക്കെ ഇങ്ങനത്തെ വർക്കിന് വന്നിരുന്നു. പണ്ട് ചെറുതായിരുന്നപ്പോ എന്റെ മുത്തുമാക്കൊക്കെ ഇങ്ങനെ അബായ ഉണ്ടായിരുന്നു. അപ്പൊ ആ അബായയിലൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നത്. സ്റ്റോൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്വീക്വൻസ് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല കളറില് ചുമപ്പ് നീല അങ്ങനെ കളറില് കയ്യിലും അതേപോലെ സെന്ററിലെ കൂടെ ആയിട്ട് ആ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് അന്ന് ഇങ്ങനെ പറയുന്നത് എല്ലാവരും അത് ആ സ്റ്റോൺ വെച്ചിട്ട് ഇസ്തിരി ഇടാണ്. എന്നിട്ട് ആ ചൂടില് ആ സ്റ്റോൺ ഇങ്ങനെ ഉരുകി പോവാണ്. അല്ലെങ്കിൽ പ്രസ്സായി കിടക്കുന്ന ആ ഇസ്തിരി ഇടുമ്പോ അതില് ഗമ്മും ആ ക്ലോത്തിനോട് ഇങ്ങനെ
ചേർന്നിട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം അതാണ്. എനിക്കത് ഇത് കണ്ടപ്പോ എനിക്ക് അതാട്ടോ ഓർമ്മ വന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, വലിയ ക്വാളിറ്റി ഉള്ള വർക്കൊന്നും അല്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ആ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ഹാൻഡ് വർക്ക് ആയിട്ട് തോന്നും, പക്ഷെ ഹാൻഡ് വർക്ക് ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റിക്ക്, ഇങ്ങനെ ഒരു സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് വർക്കാണ്. അത്യാവശ്യം ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഫുൾ ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കാരും, പക്ഷെ അതല്ല. ഈ ഒരു ചെറിയ കുഞ്ഞൊരു ഓപ്പൺ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. നോർമൽ ഒരു സിമ്പിൾ അബായ കണ്ടോ, സ്ലീവിൽ മാത്രം വർക്ക് വന്നിട്ട്, പിന്നെ സ്ലീവിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുണ്ട്, ഇത് കളർ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. കാരണം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഇങ്ങനെ ഇത്ര ലോക്കൽ വർക്കാണല്ലേ, ഇത്ര വലിയ ക്വാളിറ്റി ഇല്ലാത്ത ക്ലോത്ത് ആണല്ലേ തോന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഇതിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 656 രൂപ എങ്ങാണ്ടാണ്. എനിക്കത് ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തപ്പോൾ 500 സംതിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അബായ. ഇതൊക്കെ ഫ്രീ സൈസ് ഉണ്ട്. അബായക്ക് പിന്നെ പ്രത്യേകിച്ച് സൈസും കാര്യമൊന്നുമില്ല, എല്ലാം അതിൽ ഫ്രീ സൈസ്. ഇതാണ് ഷോളിന്റെ എൻഡിൽ അങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. നമ്മള് ആ അബായന്റെ സ്ലീവിൽ കണ്ട വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഷോള് പിന്നെയും ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. നമ്മൾ നോർമൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണ അബായല് അതിന്റെ ഒക്കെ ഏകദേശം ഒരു ക്വാളിറ്റിക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമത്തെ അബായ. ലാസ്റ്റ് അബായ തന്നെ കാണിച്ചിട്ട്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അബായ. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വൈറ്റ് ഇന്നറാണ് വരുന്നത്. ഇതിന്റെ ക്ലോത്ത് ഒരു ജോർജറ്റ് ടൈപ്പ് ക്ലോത്ത് ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് തന്നെയാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പോ അതിന്റെ കളറ് ഫസ്റ്റ് കാണിച്ചില്ല, ഒരു ചിക്കു കളർ, ആ കളർ ചെയ്യുന്നത്. പിന്നെ ഓർഡർ ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് പഠിച്ചത് രണ്ടും ഒരേ കളർ തന്നെയാണല്ലോ എന്ന് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. പിന്നെ ഇത് കൈ കിട്ടിയപ്പോഴാണ് ഇതിന്റെ കളറ് അതിൽ കണ്ട കളർ അല്ലാന്ന് മനസ്സിലായത്. അതിൽ ആ ഒരു ചിക്കു കളർ ആണെന്നുണ്ടെങ്കിൽ കൈ കിട്ടിയപ്പോ നമുക്കൊരു ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള കളറാട്ടോ, എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പാളി പോയോ അങ്ങനെ കരുതി. രണ്ടും ഒരേ കളർ തന്നെ ആകുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അബായ. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വൈറ്റ് ഇന്നറാണ്. ഈ ഇന്നർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇന്നറും ഫുൾ സ്ലീവ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇന്നറാണ്, വൈറ്റ്, നല്ല പ്യുവർ വൈറ്റ് ഇന്നറാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇത്. ഞാൻ ഫ്രീ സൈസ് ആണെങ്കിൽ ഇതിൽ കൊടുത്തിട്ട് 56 സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് ഇതൊക്കെ സെറ്റ് ആവും തോന്നുന്നുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്. ഇത് ഇന്നറെ കാണിച്ചു തരാം കണ്ടോ. ഇതാണ് ഇന്നർ, പ്ലെയിൻ വൈറ്റ്. പിന്നെ അതിന്റെ ഉള്ളിൽ അതിന്റെ മേലെ സ്ട്രഗ് നല്ല വലുപ്പമുണ്ട് കേട്ടോ, നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന സ്ട്രഗാണ്. പിന്നെ സ്ട്രഗിന്റെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ടൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഓപ്പണും ടൈയും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. കാരണം ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയതല്ലേ, ഞാൻ ആ കളറാവുന്ന വിചാരിച്ചിട്ട് എനിക്ക് കളർ കിട്ടിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് കേട്ടോ അത്. പിന്നെ ഇതിന് ഷോള് വരുന്നുണ്ട്, ഈ സ്ട്രഗിന്റെ സെയിം കളർ തന്നെയാണ് ഇതിന്റെ ഷോള് ഞാൻ നിവർത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഷോളും വലിയ കുഴപ്പമൊന്നുമില്ല, സെയിം കളർ ഷോൾ തന്നെയാണ്. പിന്നെ മീഷോയിൽ നോക്കിയപ്പോൾ എല്ലാം വിത്തൗട്ട് ഹിജാബിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്നപ്പോൾ എല്ലാത്തിനും ഹിജാബ് ഉണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് ആണ് 1070 കേട്ടോ. ഫസ്റ്റത്തിന്റെ റേറ്റ് അല്ല, ഈ അബായിന്റെ റേറ്റ് ആണ് 1070. അപ്പൊ അതിനുള്ള മുതൽ ഇത് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ധൈര്യമായിട്ട് വാങ്ങുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് വാങ്ങാവുന്നുള്ളൂ. കാരണം അബായക്ക് അത്യാവശ്യം നല്ല, നമ്മൾ 2000-2500 കൊടുക്കാതെ നല്ലൊരു അബായ നമുക്ക് കിട്ടൂല. അപ്പോൾ ഇത് ബഡ്ജറ്റ് ആയിട്ട് നോക്കുന്നവർക്ക് അങ്ങനെ കുഴപ്പമില്ലാത്ത തിരക്കിടില്ലാത്ത അബായകൾ തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കുക. അത് വാങ്ങിയിട്ട് നിങ്ങൾ കമന്റ് പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ 3 അബായകളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതിലേക്ക് അസ്സലാമു അലൈക്കും, ടാറ്റാ.